ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. നമ്മളിന്ന് നമ്മളെ മക്കളെ ഒരാഗ്രഹമായിരുന്നു, വളരെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു. ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പോകുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിലൊരാൾക്ക് അറിയുന്നില്ല നമ്മളെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ റെഡിയായി. അപ്പോൾ ഈ ബാഗ് ഞാനന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലേ, സെയിൽ നടക്കുമ്പോൾ പോയി വാങ്ങിയ ആ ബാഗാണ്. ആ ബാഗ് ഇട്ടാൽ ഭയങ്കര എന്നെ ഇപ്പം തമാശയാക്കും, മറ്റേ ഇത് ദിലീപിൻ്റെ സിനിമയും പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ അപ്പോൾ ഇന്ന് പൊന്നു വീഡിയോ പിടിക്കുന്നത്, അവൾ കാര്യമൊന്നും അറിയാണ്ട് വീഡിയോ പിടിക്കുന്നത്. ഞാൻ പറഞ്ഞു നമുക്ക് വ്ളോഗ് ചെയ്യുക, പുറത്തിറങ്ങുന്നത്. ലിഫ്റ്റിൽ കയറിയാൽ ഇതേപോലെ സ്റ്റൈലാക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? ഒന്ന് വീട്ടിൽ നിന്ന് എത്ര ഒരുങ്ങിയാലും ലിഫ്റ്റിലെ മിറർ നോക്കുന്നൊരു രസമാണ്. അപ്പോൾ പൈങ്കിളി നേരത്തെ താഴെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൾക്കും അറിയാം, എനക്കും അറിയാം, വിനുവാട്ടിനും അറിയാം നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന്. പൊന്നിന് മാത്രമേ അറിയാണ്ടുള്ളൂ. പൊന്നു ചോദിക്കുന്നുണ്ട് എന്തേ ഇപ്പം വ്ളോഗ് പിടിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയൊന്നും നമുക്ക് പുറത്ത് പോകുമ്പം വ്ളോഗ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പൊന്നൂനറിയാത്തത് കൊണ്ട് ഞാനും പൈങ്കിളിയും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് നടക്കുവാണ്. നമ്മളെങ്ങനെയാണ് പോകുന്നത്, എന്താ പോകുന്നത്, എങ്ങനെയാണ് ദീദി അറിയാണ്ട് അവിടെ എത്തുക, വീഡിയോ പിടിക്കുക എന്നെല്ലാം പ്ലാനിലാണ്. അപ്പോൾ വിനുവാട്ടനും സംഭവം അറിയുന്നത് കൊണ്ട് പൈങ്കിളി നേരെ അതിനെപ്പറ്റി സംസാരിക്കാൻ വിനുവാട്ടൻ്റെ അടുത്തേക്ക് പോവുകയാണ്. വേറെ ഒന്നുമല്ല, കാര്യം വേറെ ഒന്നുമല്ല. ഇവർ കുറേയായി പെറ്റിനെ വേണം എന്ന് പറയുന്നത്. ഒരു പൂച്ചയോ നായയോ എന്തെങ്കിലും വേണമെന്നുള്ളത്. അപ്പോൾ നമ്മളത് വാങ്ങാമെന്ന് വെച്ചാൽ നോക്കുമ്പോൾ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല. എനിക്ക് ഒന്നാമത് പേടിയാണ്. അതുമാത്രമല്ല ഇവിടെ നോക്കുമ്പോൾ അതിനൊക്കെ ഭയങ്കര റേറ്റുമാണ് നമ്മൾ വാങ്ങാമെന്ന് വെച്ചാൽ. പിന്നെ ഇപ്പം ഒരു ചാൻസ് കിട്ടിയത് ഒരു ഫ്രണ്ടിൻ്റെ അടുക്ക് ഉണ്ട്. അപ്പോൾ അവർ റൂം മാറിയപ്പോൾ അവിടുന്ന് നോക്കാൻ പറ്റുന്നില്ല അവർക്ക്. അപ്പോൾ ആയിരിക്കും വേണ്ടിക്കിൽ കൊടുക്കാമെന്നുള്ള ഇതിൽ ചോദിച്ചപ്പോൾ വെറുതെ ഒന്ന് ഇവിടുന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആദ്യം പൊന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ചോദിച്ചിന് എന്നുള്ളത്. പക്ഷേ എന്നിട്ട് പിന്നെ അവർ വേറെയൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് അവൾ പിന്നെ കുറച്ച് സങ്കടത്തിലല്ലായിരുന്നു. അപ്പോൾ ഇന്ന് അത് വാങ്ങാനാണ് പോകുന്നത് എന്നുള്ള കാര്യം അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു എന്തേ വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇനി ഡെയിലി ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ വീഡിയോ പിടിച്ചിട്ട് വ്ളോഗ് ചെയ്യാം എന്നൊക്കെയുള്ള ഇതിൽ അങ്ങനെ ക്യാമറ എടുത്ത് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് പോകേണ്ടത് ഒരു ഫ്രണ്ടിൻ്റെ റൂമിലേക്കാണ്. പക്ഷെ അവിടെ റൂം നമുക്ക് അറിയുന്നില്ല പോവാൻ. അപ്പോൾ ഒരു ഫ്രണ്ടിനെ ഒരു വഴിക്കൊന്ന് കൂട്ടിയിട്ട് അവനെയും കൂട്ടി അവളുടെ റൂമിലേക്ക് പോയിട്ട് പൂച്ച വാങ്ങാനാണ് പരിപാടി. അങ്ങനെ 11 മണിയാകുമ്പോൾ അവിടെ എത്താമെന്ന് പറഞ്ഞാൽ വിനോട്ടത്തെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അവനും അവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആളെത്തി. അപ്പോൾ അവനെയും കൂട്ടി നമ്മൾ നേരെ പൂച്ചയുള്ള റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ട്. കാരണം എനിക്കിത് തീരെ ശീലമില്ല ഈ പൂച്ച എന്നല്ല, എനിക്ക് എന്ത് ആനിമൽസിനായാലും ഭയങ്കര പേടിയാണ്. പക്ഷേ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരിക്കലും നമ്മൾ പൊന്നുവിനെ കൂട്ടാണ്ട് പോവാം, അവൾക്ക് വീട്ടിലെത്തിയിട്ട് സർപ്രൈസ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിന്. പക്ഷേ എനിക്ക് തോന്നി അവളെ കൂട്ടിയത് നന്നായി എന്നുള്ളത്. കാരണം ഇതിന് ആര് വണ്ടി കൂട്ടിയിട്ട് വരും, എന്നെ കൊണ്ട് പറ്റില്ല. പൈങ്കിളിക്കും തൊടാനൊക്കെ ഇഷ്ടമാണെങ്കിലും അതിനെ എടുക്കാനെല്ലാം കുറച്ച് പേടിയുണ്ട്. തലോടിയിട്ടെല്ലാം നിൽക്കുന്നുണ്ട്, പക്ഷേ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ വിനോദനെ ഡ്രൈവും ചെയ്യണം. പിന്നെ എങ്ങനെ ഇതിനെ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അവളെ കൂട്ടിയത് നന്നായി. ഏതായാലും അവളെ ആ പൂച്ചനെ കാണുമ്പോഴുള്ള എക്സ്പ്രഷൻ എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. കാരണം നമ്മളെ ഫാമിലിയിൽ നിന്നും അവളെപ്പോലെ ഒരു പെറ്റിനോട് ഇത്രയും ഇത് കാണിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്തിനായാലും അതേ എലിയോട് പോലും ആ കണ്ടാലോ ക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പോകുന്ന പോലത്തെ സ്വഭാവമാണ്. അപ്പോൾ പൂച്ചനെ സ്വന്തമായിട്ട് കിട്ടും എന്ന് പറയുമ്പോൾ ആ ഒരു ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അവളെ ഇതിൽ കാണാൻ എനിക്ക് ക്യാമറ പിടിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. കാരണം ഞാൻ എങ്ങനെയാ ഇത് എവിടെയാണെന്ന് അവൾ കൊണ്ടുവരുമല്ലോ, അവളെ റൂമിൽ നേരിട്ട് പോയി വാങ്ങിക്കുവാന്നോ ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ക്യാമറ പൂച്ചേനെ അവിടെ നിന്ന് പിടിക്കാൻ പറ്റുമോ, എല്ലാ പൊന്നുവിൻ്റെ ഫേസാണോ എനിക്ക് കിട്ടുക, ഒന്നും ഒരു പ്ലാനില്ലാണ്ട് അങ്ങനെ നമ്മൾ അവരെ ബിൽഡിങ്ങിലെടുക്കുക ഏകദേശം എത്താറായി. അവിടെ എത്തിയപ്പോൾ അവളെ വിളിച്ചു. അവൾ താഴെ ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നതായിരുന്നു. പക്ഷേ ശരിക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഒരു സൈഡിലിട്ടിട്ട് അവളെ താഴെ ഇറങ്ങുന്നവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ പൊന്നൂന് ഏകദേശം ഐഡിയ കിട്ടിയിടാം. പക്ഷേ ഇവരൊന്നും പൊന്നൂന് അറിയില്ല. ഈ ഫ്രണ്ട്സിനൊന്നും പൊന്നൂന് അറിയാത്തത് കൊണ്ട് അവൾക്ക് മനസ്സിലായില്ല ഇവിടത്തേക്കാണ് നമ്മൾ വരുന്നതെന്ന്. അപ്പോൾ ഈ കാണുന്ന ഫ്രണ്ടിൻ്റെ അടുക്കാണ് ക്യാറ്റുള്ളത്. ആൾ ഫിലിപ്പീനിയാണ്. അപ്പോൾ അവൾ 5 മാസമായിട്ട് നോക്കുന്ന ഇതാണ്. അവൾക്ക് 1 മാസമുള്ള ഇപ്പോൾ കിട്ടിയ ക്യാറ്റാണ്. അപ്പോൾ റൂമിൽ സൗകര്യമില്ല അവർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ഇതാണ് സംഭവം. അപ്പോൾ പേരൊക്കെ അവളെ ഇട്ടിട്ടുണ്ടായിരുന്നു, ലൂണ. നമ്മളോട് പേര് മാറ്റത്. ഇതേപോലെ തന്നെ കഴുത്തിലൊരു ചരടും കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ ഹോങ്കോങ്ങിൽ നിന്നായിട്ടും കൊണ്ടുവന്നതാണ്. അതും അയക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ തന്നത്. അതുമാത്രമല്ല അതിൻ്റെ ഫുഡും കൂടും എല്ലാം തന്നിട്ടുണ്ടായിരുന്നു മൊത്തം. അപ്പോൾ അവളെ അങ്ങനെ പൊന്നുവിനെ എങ്ങനെ അപ്പോൾ സംഭവം പൊന്നു കരച്ചിലാണ് പൂച്ചനെ കണ്ടതിൽ. എന്തിനാണെന്ന് നമുക്ക് ഇപ്പവും പിടികിട്ടിയിട്ടില്ല. പൂച്ചനെ കണ്ടത് മുതൽ ആൾ കരയായിരുന്നു.
പിന്നെ അങ്ങ് വന്നു വാങ്ങി, പിന്നെ അതിനെ കൈമന്ന് താഴെ വെച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. അവളെ ഞാൻ കൊണ്ട് നടക്കുന്നതും ആക്കുന്നതൊക്കെ. ഞാൻ എങ്ങനെയാണ് വണ്ടിയിൽ ഇരുന്നേ അതിൻ്റെ കൂടെ നിനക്കെന്നെ ഒരു പിടിയില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ അതിനെ തലോടി മിനുക്കി അവളെ ഡ്രസ്സൊക്കെ പിടിച്ച് പറിക്കുന്നു ആക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു പ്രശ്നമേ ആയിരുന്നില്ല. പിന്നെ അവർ ഫുഡിനെ പറ്റിയിട്ടും അതിനെ പറ്റിയിട്ടൊക്കെ ഇത് തന്നു. അവൻ്റെ കൂടും കാര്യങ്ങളും അതിൻ്റെ ലിറ്റർ ബോക്സും ഒക്കെ തന്ന് അങ്ങനെ അത് പൂച്ചയോട് ബായ് പറഞ്ഞിട്ട് അവർ പോയി. നമ്മളും നമ്മളെ വണ്ടിയിലേക്ക് കയറിൻ്റെ പ്ലാനിലിട്ട് നിൽക്കുന്നതാണ്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇതാകണ്ട പൊന്നുവിൻ്റെ ഇതൊക്കെ പറിച്ച് എന്താ പറയണ്ടേ, ഇളക്കുന്നില്ല. അവളുടെ ഡ്രസ്സൊന്നും ഇത് പിടിക്കാണ്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുവാണ്. അങ്ങനെ പൊന്നുവിനെ മിഡിലിരുത്തി ഒരു സൈഡിൽ ഞാനും ഇരുന്നു. അപ്പോൾ അവരോടെ പറയുന്നുണ്ട് അതിൻ്റെ കൈയൊക്കെ വണ്ടിയിൽ സ്ക്രാച്ച് ചെയ്യാണ്ട് നോക്കണം അത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്ന്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ പിന്നെ നമ്മൾ വിചാരിച്ചു വേഗം ഇതിനെ ഒരു വെറ്റിനറി ഡോക്ടറെ ഒന്ന് കാണിച്ച്, കാരണം ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഇഞ്ചക്ഷൻ കൊടുക്കാനുള്ള പ്ലാന് പിന്നെ വണ്ടി എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഇനി ഇതിനെ വെറ്റിനറി ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. റൂമിൽ കൊണ്ടുവരുന്നതിലൂടെ തന്നെ വെറ്റിനറി ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകാനുള്ള ഇല്ല. അപ്പോൾ പൊന്നു ഇതാ നല്ല മിരുക്കി എടുക്കുന്നുണ്ട്. എനിക്ക് നല്ല ടെൻഷനുണ്ട്, ഞാൻ തൊട്ടിട്ടില്ല. അങ്ങനെ നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു വെറ്റിനറി ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകാൻ ആദ്യം പോയി അന്വേഷിച്ചു ഇവർ. അപ്പോൾ അവിടെ വാക്സിൻ എടുക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ പിന്നെ അവിടെ കാണിക്കാമെന്നുള്ള ഇതിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വെറ്റിനറി ക്ലിനിക്കിൽ പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവർ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനെയും കൊണ്ട് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ കണ്ട അതിൻ്റെ ബാഗ്, ബെഡ്, അങ്ങനെ വേണ്ട പെറ്റിന് വേണ്ടുന്ന സകലമായ സാധനങ്ങളും അവിടെയുണ്ട്, ഫുഡും അതും ഒക്കെ ആയിട്ട്. അങ്ങനെ ഡോക്ടറെ അടുത്തേക്ക് അവളെന്നെ കൂട്ടിപ്പോയി. ആ സമയം അവൾക്ക് എന്തോ പുറത്തുനിന്നാരോ എന്തോ ചോദിച്ചിട്ട് അവളങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ഈ സമയം ഞാൻ വീഡിയോ പിടിക്കാൻ, അവർക്കൊക്കെ എന്തൊരു സ്നേഹമാണെന്നറിയാമോ, ഡോക്ടർക്കും അസിസ്റ്റൻറ്റിനൊക്കെ നല്ല കെയർ ചെയ്യുന്നുണ്ട് അവർ. ഞാൻ ആദ്യമായിട്ടായതുകൊണ്ട് എനിക്കൊരു ഇത് പറഞ്ഞ പോലെ. അപ്പോൾ അവിടെ വേറെയും 2 ഡോഗ് ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ പിടിച്ച് അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിൽ ആദ്യമായിട്ട്. അപ്പോൾ വാക്സിൻ വെച്ചില്ല കേട്ടോ. വാക്സിൻ അവർ പറഞ്ഞു നമ്മളോട് ഇപ്പം എല്ലാം ഓക്കെയാണ്, ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നിട്ട് വെച്ചാൽ മതി എന്നും പറഞ്ഞിട്ട്. അപ്പോൾ വീട്ടിലെത്തി കൂടൊക്കെ സെറ്റ് ചെയ്തു. നല്ല പേടിയുണ്ട്, കാരണം വന്നപാട് റൂമൊക്കെ മാറിയതല്ലേ, അതിൻ്റെ നല്ല പേടിയുണ്ട്. അങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ പതുങ്ങി കൂടുവാണ്. അപ്പോൾ വാക്സിൻ്റെ കാര്യം അവർ പറഞ്ഞത് ഒരാഴ്ച വന്നിട്ട് നിങ്ങൾ കൊടുത്താൽ മതി, നിങ്ങളുമായിട്ടൊന്ന് സെറ്റൊക്കെ ആയിക്കഴിഞ്ഞ് ആളൊന്ന് ഫ്രീ ആയിട്ട് എന്ന്. അപ്പോൾ ഇതാ പിന്നെ ഒരു ദിവസം ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയേണ്ട, സോഫേൻ്റെ അടി കൂടുതലും നമ്മുടെ അടുത്ത് വരുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് മുതൽ ആൾ ഓക്കെ ആയിട്ടുണ്ട്. കാരണം പൊന്നു പറയുന്നുണ്ടായിരുന്നു അന്ന് കൊണ്ടുവരുമ്പോൾ അതിന് ഭയങ്കര പേടിയാണ്, അതിൻ്റെ ബ്രീത്തൊക്കെ ഇങ്ങനെ എന്താ പറയണ്ട, ബ്രീത്ത് ചെയ്യുമ്പോൾ ഒക്കെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ ടി വിൻ്റെ മുകളിലൊക്കെയാണ് എല്ലടിക്കും എത്തുന്നുണ്ട്, സോഫയും എന്താ പറയണ്ട ഫ്രിഡ്ജും കയറിയിട്ടും ഒക്കെ ആയിട്ട് ആൾ ആ ഒരു ദിവസത്തെ പേടിയായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആളാണ് രാജാവ് എന്ന് പറയേണ്ടി വരും. അങ്ങനെയായിട്ട് എന്നാലും എനിക്കുള്ള പേടി കുറച്ച് ഇതായിട്ടില്ല. എൻ്റെ കാലിനൊക്കെ വന്ന് ചുറ്റിപ്പിട്ട് നിൽക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ തൊട്ടിനില്ല, ഇനി എപ്പാണെന്ന് അറിയുന്നില്ല. ഇവർ തൊട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഉള്ളിലൊരു പേടിയുള്ളത് കൊണ്ട് ഇല്ല. കിച്ചണിൽ വരുന്നില്ല, കുക്കറിൻ്റെ സൗണ്ട് കേട്ടത് കൊണ്ടാണോ എന്നറിയില്ല. കിച്ചണിൽ വന്നിട്ട് അപ്പടും അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് അതിന് ശേഷം കിച്ചണിലോട്ട് കയറുന്നില്ല. ഈ ഹോളിൽ കൂടുന്നതൊക്കെ ആയിട്ട് കൂട്ട് കയറ്റിയാൽ ഭയങ്കര കരച്ചിലാണ്. ഇങ്ങനെ എന്താ പറയണ്ട, ഹോളിൽ നിന്ന് ഇങ്ങനെ കറങ്ങി നടക്കല, അതും മെയിൻ പരിപാടി. അപ്പോൾ ഇപ്പം പേടിയൊക്കെ മാറിയെന്നാണ് ഇവർ പറയുന്നത്. കാരണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ആൾ എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച കൊണ്ടുപോയി വാക്സിന് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ ലൂണേനെ ഇഷ്ടമായിനോ? അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ പെറ്റ്സ് ഉള്ളവരും പെറ്റിന് വേണ്ടി പറയുന്ന കുട്ടികൾ ഒരുപാടുണ്ടാവും. ഇവർ പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അപ്പോൾ നാട്ടിൽ പോയാൽ വാങ്ങിത്തരുന്നൊക്കെ പറഞ്ഞു. പക്ഷേ നാട്ടിലെത്തിയിട്ട് നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നാമത് എനിക്ക് പേടിയാണ്. അങ്ങനെ പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ലൂണേനെ വാങ്ങാമെന്നുള്ള തീരുമാനത്തിലെത്തി. അപ്പോൾ ലൂണാന്ന് പേര് കേട്ടപ്പോൾ ഇവർ പറഞ്ഞു നമുക്ക് വേണ്ടി വന്നതാന്ന് തോന്നുന്നു ലൂണ. കാരണം ലിയോന ഇപ്പോൾ വന്നത് ലൂണാന്നും പറഞ്ഞിട്ട് നിൽക്കുന്നത്. അങ്ങനെ ലൂണേൻ്റെ വിശേഷങ്ങളും ഇനി ഇടയ്ക്ക് ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ ലൂണേനെ ഇഷ്ടമായിനോ എന്നൊക്കെ നിങ്ങൾ പറ. അങ്ങനെയൊക്കെയാണ് അടങ്ങിയ ചെറിയൊരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.